സംവിധായകനായി കരിയർ തുടങ്ങി പിന്നീട് നടന്മാരായി മാറിയ ഒരുപാട് പേർ മലയാള സിനിമയിലുണ്ട്. ഈ അടുത്ത് വൺ ട്രെൻഡിങ് ആയ ജോണി ആന്റണിയൊക്കെ ഈ ഒരു ലെവലിൽ പെടുന്ന ആളാണ്. എന്നാൽ ഇവർക്കാർക്കും ഇല്ലാത്ത മറ്റൊരു വലിയ പ്രത്യേകതയുള്ള ആളാണ് ബേസിൽ ജോസഫ്. സംവിധാനം ചെയ്ത ആദ്യ 3 സിനിമകൾ വലിയ സെൻസേഷൻ ഹിറ്റുകളാക്കി മാറ്റി. പിന്നീട് പതിയെ നായക നിരയിലേക്ക് മാറി. ഇന്നിപ്പോൾ മലയാള സിനിമയിൽ തന്നെ മികച്ച ജനപ്രിയ താരങ്ങളുടെ കൂട്ടത്തിലും ബേസിൽ ജോസഫ് ഉണ്ട്. കഴിഞ്ഞ വർഷം ബേസിൽ ജോസഫ് നായകനായി വന്ന മിക്ക സിനിമകളിലും അദ്ദേഹം എത്രത്തോളം സെലക്റ്റീവായാണ് സിനിമകൾ തിരഞ്ഞെടുക്കുന്നത് നമുക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള ബേസിൽ ജോസഫിന്റെ ഫിലിമോഗ്രാഫിയുടെ ഒരു ഡീറ്റെയിൽ ആയ അനാലിസിസ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സമയം കൊണ്ട് നിങ്ങളത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബേസിൽ ജോസഫിന്റെ സിനിമ ഏതാണെന്ന് കൂടി ഒന്ന് കമന്റ് ഇട്ടേക്കണേ. സിനിമ ഫാക്സ് മലയാളം സിനിമയെക്കുറിച്ച് എന്തും ചർച്ച ചെയ്യപ്പെടും. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് സംവിധായകനായ ബേസിലിന്റെ കരിയറാണ്. ബേസിൽ ജോസഫിന്റെ കരിയറിന്റെ തുടക്കം സംവിധായകനായിട്ടായിരുന്നു. അദ്ദേഹം ആദ്യം ചെയ്ത 3 സിനിമകൾ, ഇവയിൽ 2015 റിലീസായ കുഞ്ഞിരാമായണം അതുവരെ ഉണ്ടായിരുന്ന മലയാള സിനിമകളിലെ കോമഡി എന്റർടൈനറുകൾ വെച്ച് ഒരു വലിയ ഓളമാണ് തീർത്തത്. അതായത് ഒരു വിന്റേജ് കാലഘട്ടത്തിൽ ശ്രീനിവാസനൊക്കെ ചെയ്യുന്ന ടൈപ്പ് ഒരു കോമഡി എന്റർടൈനർ. അത് കഴിഞ്ഞ് പിന്നീട് 2019 ചെയ്ത ഗോദ ടോവിനോയുടെ കരിയറിൽ തന്നെ അതുവരെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ വിജയമായും ഈ സിനിമ മാറി. മലയാളത്തിൽ തന്നെ മികച്ച ഫീൽ ഗുഡ് സിനിമകളിലൊന്നായും ഇന്ന് ഈ സിനിമ അറിയപ്പെടുന്നു. പിന്നീട് മലയാളികൾ ഒന്നടങ്കം കാത്തിരുന്ന മിന്നൽ മുരളി എന്ന സൂപ്പർ ഹീറോ എലമെന്റുള്ള സിനിമ, ഈ സിനിമയും വലിയ സെൻസേഷണൽ ഹിറ്റായി മാറി. എന്നാൽ ഈ സിനിമ മാത്രം പിന്നീട് OTT-ലാണ് റിലീസായത് എന്നൊരു ചെറിയ നിരാശ മാത്രം നൽകി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അഭിനയ രംഗത്തുള്ള ബേസിലിന്റെ കരിയർ. ശരിക്കും നടനായുള്ള ബേസിലിന്റെ എൻട്രി തുടങ്ങിയത് വർഷങ്ങൾക്ക് മുന്നെയാണ്. 2013 റിലീസായ അപ്പ് ആൻഡ് ഡൗൺ മുകളിൽ ഒരാളുണ്ട് എന്ന സിനിമയിൽ ഒരു ചെറിയ വേഷത്തിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ബേസിൽ ജോസഫ് ഫിലിം കരിയർ തുടങ്ങി വെച്ചത്. അതായത് അദ്ദേഹത്തിന്റെ മുഖം ആദ്യമായി മലയാള സിനിമയിൽ പതിഞ്ഞത് ഈ ഒരു സിനിമയിലൂടെയാണ്. ഈ സിനിമയിലെ ഒരു ലിഫ്റ്റ് ടെക്നീഷ്യൻ റോളായിരുന്നു ബേസിൽ ജോസഫിന് ഉണ്ടായിരുന്നത്. 2014 റിലീസായ ഹോംലി മീൽസ് എന്ന സിനിമയിൽ ബേസിലായി തന്നെയാണ് ബേസിൽ വന്നത്. ശരിക്കും പറഞ്ഞാൽ ബേസിലിന്റെ ആദ്യമായി നമ്മൾ നോട്ടീസ് ചെയ്ത റോള് ഹോംലി മീൽസ് സിനിമയായി. ഈ സിനിമയിൽ ഒരു എഡിറ്റർ റോളിലാണ് ബേസിൽ വരുന്നത്. എന്റെ പൊന്നേട്ട, എനിക്ക് എഡിറ്റിംഗ് ഒന്നും അറിയില്ല. ഇത് മാത്രമല്ല ബേസിലിന്റേതായ ഒരു ശൈലി ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത പല സിനിമകളിലായി ചെറിയ ചെറിയ വേഷങ്ങളിലെല്ലാം അദ്ദേഹം മുഖം കാണിച്ചു പോയി. പിന്നീട് 2015 റിലീസായി ബേസിൽ തന്നെ സംവിധാനം ചെയ്ത കുഞ്ഞിരാമായണം എന്ന സിനിമയിൽ 1956 സ്വാതന്ത്ര്യ ആഘോഷ സഖാവ് ഗാന്ധിജി എന്താണ് സഭാഷണത്തിനോട് പറഞ്ഞത്? എന്താണ് വെള്ളക്കുണ്ടിൽ ദിനേശൻ എന്ന കഥാപാത്രത്തെയാണ് ഇതേ ബേസിൽ ജോസഫ് അഭിനയിച്ചത്. പിന്നീട് 2017 റിലീസായ മായാനദി എന്ന സിനിമയിലും ഒരു ചെറിയ വേഷത്തിൽ നമ്മൾ ബേസിലിനെ കണ്ടു. ഞാൻ കട്ടിയില്ല, എനിക്ക് പറ്റൂല, എന്റെ സിനിമ ഞാൻ അങ്ങനെ കൊല്ലൂല, എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞാൽ പറ്റൂല. ടോവിനോ തോമസ് നായകനായി ഐശ്വര്യ ലക്ഷ്മി നായികയായി വന്ന ഈ സിനിമയിൽ ഒരു ഡയറക്ടറിന്റെ വേഷത്തിനാണ് ഇതേ ബേസിൽ ജോസഫിനെ കണ്ടത്. അതേ വർഷം തന്നെ റിലീസായ ഗോദ എന്ന സിനിമയിലും, അതായത് സംവിധാനം ചെയ്ത ഗോദ എന്ന സിനിമയിലെ ഒരു വില്ലേജറായും നമ്മൾ ഇതേ ബേസിലിനെ കണ്ടിട്ടുണ്ട്. പിന്നീട് 2018 3 സിനിമകളിൽ നമ്മൾ ബേസിൽ ജോസഫിനെ കണ്ടു. ഇതിൽ ആദ്യ സിനിമ റോസാപ്പൂ എന്ന സിനിമയായിരുന്നു. വിനു ജോസഫ് സംവിധാനം ചെയ്ത് ബിജു മേനോൻ, നീരജ് മാധവ്, സൗബിൻ, അഞ്ജലി തുടങ്ങിയവരായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. സിനിമാ മേഖലകളിൽ നടക്കുന്ന ഒരുപാട് പരാക്രമങ്ങളെയായിരുന്നു ഈ സിനിമ ഫോക്കസ് ചെയ്തു പോയത്. ഈ സിനിമയിൽ ഒരു ചെറിയ വേഷം അഭിനയിക്കാനും ഇതേപോലെ ബേസിലിനെ കൊണ്ടായി. പിന്നീട് റിലീസായ പടയോട്ടം എന്ന സിനിമയിലെ ബേസിലിന്റെ വേഷം അത്യാവശ്യം നല്ലൊരു ഫാൻസിനെ നേടിയെടുത്ത കഥാപാത്രമായിരുന്നു. റഫീഖ് ഇബ്രാഹിം സംവിധാനം ചെയ്ത് ബിജു മേനോൻ നായകനായി വന്ന ഒരു ലോക്കൽ ഗ്യാങ്സ്റ്റർ കോമഡി എന്റർടൈനർ ആയിരുന്നു ഈ സിനിമ. ശരിക്കും പറഞ്ഞാൽ ഒരു ഡാർക്ക് ഹ്യൂമർ ഷെയ്ഡിലായിരുന്നു ഈ സിനിമയുടെ പോക്ക്. എന്നാൽ പോലും ഈ സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അന്ന് എന്റർടൈൻ ചെയ്ത സിനിമയായിരുന്നു. ബിജു മേനോൻ, അനു സിത്താര, ദിലീഷ് പോത്തൻ തുടങ്ങിയവരായിരുന്നു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഈ സിനിമ തുടങ്ങുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ബേസിൽ ജോസഫിനെ ഉപദ്രവിച്ച ഒരു വഴക്കിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ സിനിമയിലുടനീളം ബേസിലിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. എന്തായാലും ബേസിൽ ജോസഫ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രേക്ഷകരെ ചിരിപ്പിച്ച ഒരു സിനിമയായിരുന്നു ഇത് എന്നും കൂടി പറയാം. പിന്നീട് അതേ വർഷം തന്നെ റിലീസായ നിത്യഹരിത നായകൻ എന്നൊരു സിനിമയിലും ബേസിൽ ജോസഫ് അഭിനയിച്ചിരുന്നു. വിഷ്ണു ഉണ്ണികൃഷ്ണനായിരുന്നു ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തത്. എന്നാൽ ഈ വേഷം ഒന്നും അധികം ശ്രദ്ധ നേടിയെടുത്തതായിരുന്നില്ല. പിന്നീട് 2019 ഏകദേശം 5-6 സിനിമകളോളം ബേസിൽ അഭിനയിച്ചിരുന്നു. ഇതിൽ വൈറസ് എന്ന ആഷിക് കപൂർ ചിത്രത്തിലെ ഡോക്ടർ മിഥുൻ എന്ന കഥാപാത്രമായിരുന്നു ബേസിൽ ജോസഫ് അഭിനയിച്ചത്. എന്നാൽ ഇത് അത്ര വലിയ കോമഡി ക്യാരക്ടർ ഒന്നും ആയിരുന്നില്ലെങ്കിൽ പോലും അത്യാവശ്യം ശ്രദ്ധ നേടിയെടുത്ത ഒരു കഥാപാത്രമായിരുന്നു. പിന്നീട് കക്ഷി അമ്മിണിപ്പിള്ള എന്നൊരു ചിത്രത്തിലും ബേസിൽ ജോസഫ് അഭിനയിച്ചിരുന്നു. അഡ്വക്കേറ്റ് ആയാണ് ഈ സിനിമയിൽ ബേസിൽ അഭിനയിച്ചത്. ആസിഫ് അലി ആയിരുന്നു സിനിമയിലെ പ്രധാന കഥാപാത്രത്തെ അഭിനയിച്ചത്. എന്തായാലും ഈ സിനിമയിലെ അഡ്വക്കേറ്റ് ഷംസു എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധ നേടിയെടുത്ത ഒന്നായിരുന്നു.
പിന്നീട് അതേ വർഷം റിലീസായ ലവ് ആക്ഷൻ ഡ്രാമ എന്ന ധ്യാൻ ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ചിത്രത്തിനും ഒരു പ്രധാന വേഷത്തെ ബേസിൽ അഭിനയിക്കുന്നുണ്ട്. DJ ബ്രിജേഷ് എന്ന ഈ കഥാപാത്രം അത്യാവശ്യം നല്ല രീതിയിൽ അന്ന് ചിരിപ്പിച്ചൊരു കഥാപാത്രമായിരുന്നു. പിന്നീട് അതേ വർഷം റിലീസായ ഓർമ്മയിൽ ഒരു ശിശിരം എന്നൊരു സിനിമയിലും ഇതേപോലെ ബേസിൽ അഭിനയിച്ചിരുന്നു. പിന്നീട് മനോഹരം, കെട്ടിയോളാണെന്റെ മാലാക, മറിയം വന്ന് വിളക്കൂതി, ഇങ്ങനെ 3 സിനിമകൾ കൂടി വന്നു. എന്താണ് നോയിക്കൊണ്ടിരിക്കണത്? ചെങ്കണ്ണാണ്, കണ്ണസുഖാണ്, അന്ധവിശ്വാസമാണ് പകരില്ല. ഇതിൽ കെട്ടിയോളാണെന്റെ മാലാക എന്ന ആസിഫ് അലി സിനിമയിലെ കുഞ്ഞാമ്പി എന്ന കഥാപാത്രം അത്യാവശ്യം നമ്മളെ ചിരിപ്പിച്ചൊരു കഥാപാത്രമായിരുന്നു. എന്നാൽ ഈ സിനിമകളൊന്നും തന്നെ ബേസിലിനെ ഒരു സോളോ ഹീറോ ആക്കി വളർത്തിയിരുന്നില്ല. പിന്നീട് 2020-ലും 2 സിനിമകൾ ബേസിലിന്റേതായി വന്നിരുന്നു. ഗൗതമന്റെ രഥം എന്ന സിനിമ ആനന്ദ് മേനോനാണ് സംവിധാനം ചെയ്തത്. നീരജ് മാധവ്, വത്സല മേനോൻ തുടങ്ങിയവരായിരുന്നു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഈ സിനിമയിലെ വെങ്കിടി എന്ന കഥാപാത്രവും ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു. സ്വന്തം വീട്ടുകാരെയും നാട്ടുകാരെയും കൂട്ടുകാരെയും ഉപേക്ഷിച്ചിട്ട് വേറൊരു നാട്ടിലേക്ക് പോകണമെങ്കിൽ അവൻ എന്തൊരു ഗതിയില്ലാത്തവനായിരിക്കും. എന്നാൽ പിന്നീട് തൊട്ടടുത്ത് റിലീസായ സിനിമകളിലൂടെയാണ് ബേസിലിനെ ഇന്ന് കാണുന്ന ബേസിൽ ജോസഫായി മാറ്റിയത്. ഇതിൽ ആദ്യ സിനിമ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എന്ന സിനിമയായിരുന്നു. ജിയോ ബേബി സംവിധാനം ചെയ്ത് ടൊവിനോ തോമസ് നായകനായി വന്ന ഈ സിനിമയിൽ ജോജു ജോർജും ബേസിലും സഹതാരങ്ങളായി വരുന്നുണ്ട്. ഈ സിനിമയിലെ ജോജു ജോർജിന്റെ കഥാപാത്രവും ഇതുകൂടാതെ ബേസ് ജോസഫിന്റെ കഥാപാത്രവും നമ്മൾ ഓർത്തു വെക്കുന്നുണ്ട്. സിനിമയുടെ തുടക്കത്തിലൊക്കെ മാത്രമേ ഇവരെ കാണിച്ചു പോകുന്നുള്ളൂ എങ്കിലും ബേസിലിനെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങിയ ടൈം അതുമുതലായിരിക്കാം എന്നതാണ് സത്യം. നീ ഒന്നും മിണ്ടാതിരി. പൂജ എന്ന് പറഞ്ഞ രൂപ 4000 എണ്ണി വാങ്ങിച്ചിരിക്കുന്നത്. ജോജി എന്ന സിനിമ ഷേക്സ്പിയറിന്റെ മാക്ബത്തിൽ നിന്നും ഇൻസ്പയർ ആയി വന്ന സിനിമയായിരുന്നു. ഇതിൽ ഫാദർ കെവിൻ എന്ന കഥാപാത്രമായിരുന്നു ബേസിൽ ജോസഫ് അഭിനയിച്ചത്. ബേസിൽ ജോസഫിനെ വീട്ടിൽ വെച്ച് ബാബുരാജ് അപമാനിക്കുന്ന പോലെ സീനൊക്കെ ഉണ്ട്. ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങൾ കായികമായും നിയമപരമായും നേരിടും. അത് കള്ളിഷാപ്പിലിരുന്ന് കുശുകുശു പറയുന്നവരായാലും മേടയിലിരുന്ന് താളത്തിൽ പറയുന്നവരായാലും ശരി. ഏതായാലും ആ സീനൊക്കെ കാണുമ്പോൾ നമ്മൾ ഒരുപാട് ചിരിച്ചിട്ടുണ്ടായിരിക്കാം. ആ സീനിൽ ബേസിലിടുന്ന ഓരോ എക്സ്പ്രഷൻ പോലും നമ്മളെ ഒരുപാട് രസിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ സിനിമയിലെ ഈ ഒരു കഥാപാത്രം ബേസിന്റെ കരിയറിലെ വലിയൊരു ട്രേഡ് മാർക്കായി മാറി. പിന്നീട് ആണും പെണ്ണും എന്ന ആഷിഖ് അബു സംവിധാനം ചെയ്ത ചിത്രത്തിലും ബേസിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. തക്സ് ആബു എന്നായിരുന്നു ഈ കഥാപാത്രത്തിന്റെ പേര്. ഇനി ഫ്യൂച്ചർ എന്താണെന്ന് അറിയാവോ? എന്താ? ഓർഗാനിക് ഓർഗാസ്മിക്. എന്തായാലും പിന്നീട് വന്ന ബേസിൽ സിനിമകളെല്ലാം തന്നെ ബേസിലിനെ സോളോ ഹീറോ ആക്കി മാറ്റിയെന്നും കൂടി പറയാം. എന്നാൽ ശരിക്കും പറഞ്ഞാൽ ബേസിൽ ജോസഫ് എന്ന നടനെ നമ്മൾ തിരിച്ചറിഞ്ഞത് 2021-ലാണ്. 2021-ലാണ് ബേസിൽ ജോസഫ് ആദ്യമായി ഒരു ലീഡ് ഹീറോ ആയി സിനിമ വന്നത്. 2021-ൽ ജാനേമാൻ എന്ന സിനിമയിലാണ് ബേസിൽ ജോസഫിനെ ഒരു നായകനായി മലയാള പ്രേക്ഷകർ കണ്ടത്. നമ്മുടെ മഞ്ഞുമൽ ബോയ്സിന്റെ ഒക്കെ സംവിധായകനായ ചിദംബരമായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. ഈ സിനിമയിലെ ജോമോൻ എന്ന ക്യാരക്ടർ ഏറെ ശ്രദ്ധ നേടിയത്. ഈ സിനിമയിൽ തന്നെ അർജുൻ അശോകൻ, ഗണപതി തുടങ്ങി ഒരുപാട് പേരുണ്ടെങ്കിലും നമ്മൾ കൂടുതലായി ഓർത്തിരിക്കുന്നത് ഇതേ ബേസിൽ ജോസഫിന്റെ ക്യാരക്ടറായിരിക്കും. കാരണം അത്രത്തോളം വലിയൊരു ഇമ്പാക്ട് ആണ് ബേസിന്റെ ക്യാരക്ടർ ഈ സിനിമയിലൂടെ ഉണ്ടാക്കിയത്. ഈ സിനിമ വലിയൊരു ഹിറ്റായി മാറി എന്നതിന്റെ മെയിൻ ക്രെഡിറ്റും നമുക്ക് ബേസിന് തന്നെ കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ അന്ന് വരെ സംവിധായകനായിരുന്ന ബേസിലിനെ ഇങ്ങനെ കണ്ടപ്പോൾ നമ്മൾ ഒരുപാട് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ടാകും. പിന്നീട് റിലീസായ മിന്നൽ മുരളി എന്ന സിനിമയിലും, മിന്നൽ മുരളി എന്ന സിനിമ സംവിധാനം ചെയ്തതും ബേസിൽ തന്നെയാണ്. എന്നാൽ മിന്നൽ മുരളി എന്ന സിനിമയിൽ കുഞ്ഞിരാമായണത്തിൽ കണ്ട അതേ വെള്ളക്കൊണ്ടിൽ ദിനേശനെ നമ്മൾ കണ്ടിരുന്നു. പിന്നീട് റിലീസായ ജാക്ക് ആൻഡ് ജിൽ എന്ന സന്തോഷ് ശിവൻ ചിത്രത്തിലും ഒരു പ്രധാന കഥാപാത്രം ഇതേപോലെ തന്നെ ബേസിൽ അഭിനയിക്കുന്നുണ്ട്. മഞ്ജു വാര്യർ, കാളിദാസ് ജയറാം, സൗബിൻ, അജു വർഗീസ് തുടങ്ങിയവരായിരുന്നു സിനിമയിൽ പ്രധാന കഥാപാത്രം. എന്തായാലും ഈ സിനിമയിലും രവി എന്നൊരു കഥാപാത്രത്തെ ബേസിൽ അഭിനയിക്കുന്നുണ്ട്. പിന്നീട് ഉല്ലാസം എന്നൊരു സിനിമ റിലീസായി. ഈ സിനിമയിലും ഒരു ചെറിയ വേഷത്തെ ബേസിൽ അഭിനയിച്ചു. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ പിന്നീട് റിലീസായ ഡിയർ ഫ്രണ്ട് എന്ന വിനീത് കുമാർ സംവിധാനം ചെയ്ത് ടൊവിനോ നായകനായി വന്ന സിനിമയിലും ബേസിൽ ഒരു പ്രധാന വേഷം അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ ടൊവിനോ കഴിഞ്ഞാൽ ഏറ്റവും തൊട്ടടുത്ത പ്രാധാന്യമുള്ള വേഷം ബേസിൽ തന്നെയാണ് അഭിനയിച്ചത്. എന്റെ ബർത്ത്ഡേക്ക് ജട്ടിയിട്ട ഫോട്ടോ പുറത്ത് ഫ്ലെക്സ് അടിച്ച് വെച്ചപ്പോ ഈ വേദനയൊന്നും കണ്ടില്ലല്ലോ. എന്തായാലും ഈ സിനിമ അത്ര വലിയ വിജയമാവാഞ്ഞതുകൊണ്ടായിരിക്കാം ബേസിന്റെ കഥാപാത്രം ഏറെ ശ്രദ്ധ നേടാഞ്ഞത്. പിന്നീട് റിലീസായ ഇന്നാത്താൻ കേസോട് എന്ന സിനിമയിലെ ജഡ്ജി കഥാപാത്രവും ഏറെ ശ്രദ്ധ നേടിയെടുത്തു. സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ അത്ര പ്രാധാന്യമുള്ളൊരു വേഷമല്ല, എന്നാൽ പോലും അത്യാവശ്യം സ്റ്റാർ വാല്യൂ ഉള്ള സമയത്ത് ബേസിൽ ചെയ്ത ഈ കഥാപാത്രം നല്ല രീതിയിൽ ശ്രദ്ധ നേടിയെടുത്ത ഒന്നായിരുന്നു. സിനിമയിലുടനീളം മറ്റൊരു ജഡ്ജിയാണ് സിനിമയുടെ പോക്ക് നിയന്ത്രിക്കുന്നതെങ്കിൽ പോലും ക്ലൈമാക്സിൽ കാണിക്കുന്ന ഈ ഒരു ക്യാമിയോ റോള് അത്യാവശ്യം നല്ല ഇമ്പാക്ട് ഉണ്ടാക്കി. പിന്നീട് ബേസിലിന്റെ അറിയപ്പെടുന്ന ഒരു ഹിറ്റ് വന്നത് 2022-ലായിരുന്നു. 2022-ലെ ഓണം ക്ലാഷ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഇമ്പോർട്ടന്റ് ക്ലാഷ് ആയിരുന്നില്ല. കാരണം റിലീസിന് വന്ന 3 സിനിമകളും വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന സിനിമകളായിരുന്നു. ഇതിലൊന്ന് വിനയൻ സംവിധാനം ചെയ്ത 19-ാം നൂറ്റാണ്ട്, മറ്റൊന്ന് കുഞ്ചാക്കോബൻ അരവിന്ദസ്വാമി കോമ്പയിൽ വന്ന ഒരു. എന്നാൽ വൻ ബഡ്ജറ്റിൽ വൻ ഹൈപ്പിൽ വന്ന ഈ 2 സിനിമകൾക്ക് ഓളം ഉണ്ടാക്കിയത് ബേസിൽ ജോസഫ് നായകനായി വന്ന പാൽത്തു ഞാൻ എന്ന സിനിമയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ ഒരിക്കലും ഹിറ്റ് ആവില്ല എന്ന് തന്നെ എല്ലാവരും കരുതി. എന്നാൽ വളരെ ഫീൽ ഗുഡ് ഉള്ള ഈ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ ഹിറ്റായാണ് മാറിയത്.
പിന്നീടാണ് ശരിക്കും പറഞ്ഞാൽ ബേസിലിന്റെ കരിയർ മാറി തുടങ്ങിയത്. 2022 തന്നെ റിലീസായ ജയ ജയ ഹേ എന്ന സിനിമ ദർശന ബേസിൽ ജോസഫ് കോംബോയിൽ വന്ന് വിപിൻ ദാസ് ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. അതായത് നമ്മുടെ ഗുരുവായൂരമ്പലനാളിലൊക്കെ സംവിധാനം ചെയ്ത അതേ സംവിധായകനാണ്. ഏതായാലും ഇദ്ദേഹം സംവിധാനം ചെയ്ത ഈ സിനിമയോടെ ബേസിലിന് മറ്റൊരു മുഖച്ഛായ തന്നെ കിട്ടി. എന്നാടി ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടറുള്ള അല്ലെങ്കിൽ ഹീറോയിൻ ഓറിയന്റഡ് ആയ ഒരു സിനിമയാണിത്. എന്നാൽ പോലും ബേസിലിന്റെ ക്യാരക്ടർ ഒരുപാട് നമ്മളെ ചിരിപ്പിച്ചു. ഒരു ദിലീപ് വൈബൊക്കെ ഈ സിനിമയിൽ ബേസിലിനെ കൊണ്ടുവരാൻ സാധിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള പല സിനിമകളിലൂടെയാണ് ബേസിൽ ഒരു വിന്റേജ് ദിലീപിനെ ഓർമ്മിപ്പിക്കുന്നത് എന്നൊക്കെയുള്ള പറച്ചിൽ വന്നത്. എന്തായാലും ഈ സിനിമ ഹിറ്റാക്കിയതിൽ ബേസിലിന്റെ പങ്ക് വളരെ വലുതായിരുന്നു. പിന്നീട് 2023 2024 നിരവധി സിനിമകൾ റിലീസായി. 2023 റിലീസായ എങ്കിലും ചന്ദ്രിക എന്ന സിനിമയിൽ സുരാജ് വെഞ്ഞാറമ്മൂട്, ബേസിൽ ജോസഫ്, സൈജു കുറുപ്പ് തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങൾ. ഈ സിനിമയിലെ കിരൺ എന്ന കഥാപാത്രം അത്യാവശ്യം ആളുകൾ ശ്രദ്ധിച്ചൊരു കഥാപാത്രമായിരുന്നു. പിന്നീട് വന്ന പൂക്കാലം എന്ന വിജയരാഘവൻ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച സിനിമയിൽ അഡ്വക്കേറ്റ് ജിക്കോൻ എന്നൊരു കോമഡി ക്യാരക്ടറിനെയും ഇതേപോലെ തന്നെ ബേസിൽ അഭിനയിച്ചു. ഞാൻ ഇവിടുത്തെ വില്ലേജ് ഓഫീസിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, ഇവർക്കൊന്നും അറിഞ്ഞുകൂടെന്നാണ് ഇവര് പറയുന്നത്. അടുത്തത് കഠിന കടോരമി അണ്ടകടാഹം എന്ന സിനിമയായിരുന്നു. 2023 ബേസിൽ, ഇന്ദ്രൻസ്, ജാഫ്രിഡിക്ക് തുടങ്ങിയവരായിരുന്നു ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹൈപ്പിലാണ് ഈ സിനിമ റിലീസായതും. എങ്കിൽ പോലും സിനിമ ബോക്സ് ഓഫീസിൽ അത്ര വലിയ വിജയമായില്ല. എന്നാലും ബേസിൽ ജോസഫിനെ ഒരു സോളോ ഹീറോ ആക്കി മാറ്റിയതിൽ ഈ സിനിമയ്ക്കൊക്കെ വലിയ പങ്കുണ്ട്. 3-4 ലക്ഷത്തിന്റെ പണി കിട്ടിയേക്കാണ് ഉണ്ണിയേട്ടാ. ധൈര്യമൊക്കെ ലേശം ചോർന്ന് ഉണ്ട, പുഴു തുടങ്ങിയ സിനിമകളൊക്കെ എഴുതിയ അതേ ഹർഷാദ് തന്നെയായിരുന്നു ഈ സിനിമയിലെയും കഥ തയ്യാറാക്കിയത്. എന്തായാലും സിനിമ ബോക്സ് ഓഫീസിൽ അത്ര വലിയ വിജയമാക്കാൻ ബേസിൽ ജോസഫിനെ കൊണ്ട് സാധിച്ചില്ല. പിന്നീട് റിലീസായത് ഫാലിമി എന്ന സിനിമയായിരുന്നു. ഫാലിമി എന്ന സിനിമ ഹിറ്റാക്കിയതോടെ ബേസിലിന് ഒരു സ്റ്റാർ വാല്യൂ ഉള്ള താരമായി നമ്മൾ അംഗീകരിക്കാൻ തുടങ്ങി. മാതാശ്രീ കാശി ജാനേക്ക ഗാഡി ആയേഗ. നിതീഷ് സഹദേവ് സംവിധാനം ചെയ്ത് ബേസിലും ജഗദീഷുമായിരുന്നു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഫാലിമി എന്ന സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ ജഗദീഷ് ആണ് ബേസിലിന്റെ അച്ഛൻ വേഷം ചെയ്തത്. അവൻ എന്റെ അച്ഛനാവാൻ നോക്ക്, ഇനി നീ എന്റെ അമ്മയും കൂടെ ആവാൻ നോക്ക്. ഈ സിനിമയിൽ ജഗദീഷ് ബേസിൽ കോംബോയിലുള്ള സീനുകളെല്ലാം നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഈ സീനൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ദിലീപ് വൈബ് തന്നെ നമുക്ക് തോന്നാറുണ്ട്. അത്രത്തോളം വളരെ മൈന്യൂട്ടായ രീതിയിലാണ് ബേസിൽ ഓരോരോ സീനുകളും പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ വിന്റേജ് ടൈമിലൊക്കെ ഇറങ്ങിയെങ്കിൽ ഈ സിനിമയും നായകനാവുന്നത് ദിലീപ് തന്നെ ആയിരിക്കും. എന്തായാലും ഈ സിനിമയൊക്കെ ബേസിലിന്റെ കരിയർ ഗ്രാഫ് ഉയർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. ബേസിലിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയൊരു സോളോ ഹിറ്റായി നമുക്ക് ഈ സിനിമയെ വിശേഷിപ്പിക്കാം. ഇവിടെ അടുത്ത് പാപ്പനംകോട്. പിന്നീട് 2024 ആദ്യം റിലീസായത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം എന്ന വിനീത് ശ്രീനിവാസ് സംവിധാനം ചെയ്ത് പ്രണവ്, ധ്യാൻ എന്നിവർ പ്രധാന കഥാപാത്രമായിരുന്ന സിനിമയിലെ പ്രദീപ് എന്നൊരു അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ വേഷമായിരുന്നു ഈ സിനിമയിൽ ബേസിൽ ചെയ്തത്. എന്തായാലും ബേസിലിനെയൊക്കെ ഈ സിനിമയിൽ അവിടെ ഇവിടെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വൗ ഫാക്ട് വളരെ വലുതായിരുന്നു. 2024 റിലീസായ ഗുരുവായൂരമ്പലനാളിൽ എന്ന സിനിമ സംവിധാനം ചെയ്തതും ജയ ജയ ഹേയുടെ സംവിധാനം വിപിൻ ദാസ് ആയിരുന്നു. ഈ സിനിമയിൽ പൃഥ്വിരാജ് ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ കൂടുതൽ ചിരിക്കുന്നത് ബേസിലിന്റെ സീനുകൾ കണ്ടായിരിക്കും. ഇത് ഞാനെന്താ കാണുമ്പോ പറയാൻ വെച്ചിരുന്ന ഡയലോഗാ. ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ 90s ഇറങ്ങിയിരുന്നെങ്കിൽ ഒരു പൃഥ്വിരാജിന്റെ ക്യാരക്ടർ ഒരുപക്ഷെ സുരേഷ് ഗോപി ജയിക്കുകയും ബേസിലിന്റെ ക്യാരക്ടർ ഒരുപക്ഷെ ദിലീപ് ജയിക്കുകയും ചെയ്തതാണ്. കാരണം ഒരു തെങ്കാശിപ്പട്ടത്തിലൊക്കെ നമ്മൾ കാണുന്ന സുരേഷ് ഗോപി, ദിലീപ് വൈബൊക്കെ ഈ ഒരു സിനിമയിൽ ബേസിലിനും പൃഥ്വിരാജിനും കിട്ടും. എന്നാലും അതുകൊണ്ടൊക്കെ ആയിരിക്കാം സിനിമ വൻ ബ്ലോക്ക് ബസ്റ്റർ ആയി മാറിയത്. എന്നാലും ബേസിലിന്റെ കരിയറിലെ മികച്ച ഒരു കോമഡി വേഷങ്ങൾ വന്നായി ഈ സിനിമ നമുക്ക് കാണാം. ഞാനല്ല, നിങ്ങളാണ് ആനന്ദേട്ട ഹീറോ. 2024 തന്നെ റിലീസായ നോക്കുഴി എന്ന സിനിമയും വലിയൊരു ഹൈപ്പാണ് ഉണ്ടാക്കിയത്. അതിന്റെ പ്രധാന കാരണം ബേസിൽ നായകനായി വരുന്നത് മാത്രമല്ല ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത സിനിമയാണ് എന്നതാണ്. ജിത്തു ജോസഫ് ബേസിൽ കോംബോയിൽ വന്ന ഈ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ വിജയമായില്ലെങ്കിൽ പോലും ഒരു ഹൈപ്പ് ഉണ്ടാക്കിയെടുക്കാൻ ബേസിലിനെ കൊണ്ട്. ഇതിന്റെ എല്ലാം കാരണം ബേസിൽ ഒരു വലിയ ഡീൽ ഹീറോ ആയിട്ട് ഉയരുന്നു എന്ന് തന്നെയായിരുന്നു. പിന്നീട് വന്ന വാഴ എന്ന സിനിമയിലും ബേസിൽ ചെയ്ത ആ ഇമ്പോർട്ടന്റ് ക്യാമിയോ റോൾ വലിയ ഇമ്പാക്ട് ആണ് ഉണ്ടാക്കിയത്. അതിനെല്ലാം അർത്ഥം ബേസിൽ നമ്മളെ സോളോ ഹീറോയെ കണ്ടു തുടങ്ങി എന്ന് തന്നെയാണ്. എന്തായാലും ഈ ഒരു റോളും വലിയൊരു റോളായിട്ടാണ് മാറിയത്. പിന്നീട് വന്നത് അജയന്റെ രണ്ടാം വർഷം എന്ന സിനിമയായിരുന്നു. ജിതിൻലാൽ സംവിധാനം ചെയ്ത് ടൊവിനോയുടെ തന്നെ കരിയർ ഹൈപ്പായി വന്ന ഈ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ അജു വർഗീസ് ഒക്കെ ചെയ്യുന്ന ടൈപ്പ് ഒരു സെക്കൻഡ് ഹീറോ വേഷമായിരുന്നു ബേസിൽ ചെയ്തത്. മറ്റൊരു വലിയ സാദൃശ്യം എന്തെന്നാൽ ബേസിൽ ജോസഫ് സംവിധാനം ചെയ്ത മിന്നൽ മുരളിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നത് ഇതേ ജിതിൻലാൽ ആയിരുന്നു. അങ്ങനെയുള്ള ജിതിൻലാൽ സംവിധാനം ചെയ്ത ആ സിനിമയിൽ സെക്കൻഡ് ഹീറോ ആയി ബേസിൽ വന്നു. എന്തായാലും ബേസിന്റെ കരിയറിലെ മികച്ച കോമഡി റോളുകൾ ഒന്നാണ് അജയന്റെ രണ്ടാം വർഷം എന്ന സിനിമയിൽ. സമയം കിട്ടിയില്ല എം വി അജയ. മംഗലാപുരം, ഉടുപ്പി, കൊല്ലൂര്, ധർമ്മസ്ഥല, മുരുടേശ്വരം, ഗോകർണം, തുളു, മണാലി എന്നിങ്ങനെ പോവാനിനി വടക്കിനി അമ്പലങ്ങളൊന്നും ഇല്ല. സൂക്ഷ്മദർശിനി എന്ന സിനിമയിൽ ഒരു നായിക ഓറിയന്റഡ് സിനിമയാണ്. ശരിക്കും പറഞ്ഞാൽ ബേസിൽ ചെയ്തത് ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്. എന്നാൽ പോലും ബേസിലിന്റെ ക്യാരക്ടർ വലിയ ഇമ്പാക്ട് ആണ് ഉണ്ടാക്കിയത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൂടുതലായും ഈ സിനിമയിൽ ഫോക്കസ് ചെയ്യുന്നതും ഏറ്റവും വലിയ സ്ക്രീൻ പ്രസൻസ് ഉള്ളതും ഇതേ ബേസിൽ തന്നെയാണ്. പിന്നീട് ഇപ്പോൾ റിലീസായ പ്രാവിൻകൂട് ഷാപ്പ് എന്ന സിനിമ, അതിനെക്കുറിച്ചുള്ള അഭിപ്രായം അത് നിങ്ങൾ തന്നെ പറയുക.
ബേസിൽ ജോസഫിന്റെ കരിയറിന്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് ഇന്ന് ഈ വീഡിയോയിലാണ് നമ്മൾ സംസാരിച്ചത്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് സിനിമ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഈ പേജ് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.